അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അൽ ഖിദ്ർ അങ്ങനെ പേര് ഇടപ്പെട്ടതാണ്. കാരണം അദ്ദേഹം ഒരു വെളുത്ത ഭൂമിയിൽ അല്ലെങ്കിൽ ഒന്നും മുളയ്ക്കാത്ത തരിശു ഭൂമിയിൽ ഇരുന്നു. അപ്പോൾ അത് പച്ചയായി. അദ്ദേഹം അവിടെ ഇരുന്നത് കൊണ്ടാണ് അത് ആയത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നമാ സുമ്മിയൽ ഖദിറു ലിഅന്നഹു ജലസ അലാ ഫർവത്തിൻ ബൈദാഅ ഫൈദാ ഹിയ തഹ്തസ്സു മിൻ ഖൽഫിഹി ഖദ്റാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ബനൂ ഇസ്രായേലിയരോട് പറയപ്പെട്ടു, ആ ഗേറ്റിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ പ്രവേശിക്കുക പട്ടണത്തിലേക്ക്. പക്ഷെ കുനിഞ്ഞുകൊണ്ടായിരിക്കണം, റുക്കൂ ചെയ്യുന്ന പോലെയോ എന്തെങ്കിലും. അതായത് അള്ളാഹുവിനോട് വിധേയത്വം പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് തീരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, അതായത് നീതത്വത്തോടുകൂടി അങ്ങനെ പോയാൽ. എന്നിട്ട് പറഞ്ഞു പശ്ചാത്താപം. പക്ഷെ അവർ ആ വാക്ക് മാറ്റി എന്നിട്ട് പട്ടണത്തിൽ പ്രവേശിച്ചു. അവർ കുനിഞ്ഞു പോകുന്നതിന് പകരം കുണ്ടിയിൽ എഴഞ്ഞുകൊണ്ടാണ് പോയതെന്ന് പറയുന്നു, പിൻഭാഗം കൊണ്ട്. അതായത് ഇരുന്ന് നിരങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അള്ളാഹു ആലം. എന്നിട്ട് അവർ പറഞ്ഞത് ഒരു മുള്ള് അല്ലെങ്കിൽ ഒരു മുടി അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് കയറിയത്. 4579 ഇത് ആവർത്തിക്കുന്നുണ്ട്. അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖീല ലിബനി ഇസ്രായീല വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ ഫബദ്ദലു ഫദഖലു യസ്ഹഫൂന അലാ അസ്താഹിഹിം വഖാലു ഹബ്ബത്തുൻ ഫീ ശഅറത്തൻ. ഇതിൻ്റെ മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഖിദ്ർ എന്ന വാക്ക് അറബിയിൽ അഖ്ദർ എന്ന വാക്കിൽ നിന്ന് വരുന്നതാകുന്നു. അതിൻ്റെ അർത്ഥം പച്ച എന്നാകുന്നു. ഈ തൊട്ടു മുമ്പേണ്ട ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, അവർ അള്ളാഹുവിൻ്റെ ഉത്തരവിനെ നിഷേധിച്ചു അല്ലെങ്കിൽ അനുസരിക്കാതിരുന്നു. പ്രവൃത്തിയിലും വാക്കിലും രണ്ടിലും നിഷേധിച്ചു. അങ്ങനെ അള്ളാഹു അവരെ ശിക്ഷിച്ചു, പ്ലേഗ് പോലെ ഉള്ള എന്തോ മാരകമായ പകർച്ചവ്യാധി കൊണ്ട്. ഇത് അത്തബറാനിയുടെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്, 2ാമത്തെ വാല്യത്തിൽ 59ാമത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൂസ പ്രവാചകൻ ഭയങ്കര നാണമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം എപ്പോഴും പൂർണ്ണമായും മൂടി വയ്ക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ നാണം കൊണ്ട്. നാണം എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ പ്രവാചകന്മാർക്ക് ഭയങ്കര നാണം ആയിരുന്നു. നമ്മളുടെ ഉമ്മത്തിൽ അല്ലെങ്കിൽ റസൂലിൻ്റെ ഉമ്മത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നാണം എന്ന് പറഞ്ഞാൽ ഒരു 1.5 നാണമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്രയധികം ഈമാൻ ഉണ്ടാവുമായിരിക്കും. നമ്മൾക്കും അള്ളാഹു ഇതൊക്കെ തരട്ടെ, ആമീൻ. പക്ഷേ ഇസ്രായേൽ സന്തതികളിൽ നിന്നൊരാൾ അദ്ദേഹത്തിനെ ദേഷ്യം പിടിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത്. അദ്ദേഹത്തിൻ്റെ തൊലിയിൽ എന്തോ അസുഖമുണ്ട് അല്ലെങ്കിൽ എന്തോ കേടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ശരീരം മുഴുവൻ മൂടി നടക്കുന്നത്. അത് മിക്കവാറും കുഷ്ഠമായിരിക്കും, അതല്ലെങ്കിൽ ഹെർണിയ എന്ന് പറയുന്ന ഒരു രോഗം ആയിരിക്കും. അത് ആണുങ്ങളുടെ വൃഷ്ണം, വീക്കം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു കഥ എങ്ങുണ്ടാക്കി. പിന്നെ ഇസ്രായേലിയർ നബിമാരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആ കാര്യത്തിൽ എക്സ്പേർട്ടാണ്. അവരോളം വന്ന ആളുകൾ വേറെ ലോകത്തിലില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുളക്കടവിൽ ചെല്ലും അല്ലെങ്കിൽ നദിയുടെ അരികിൽ ചെല്ലുന്നു. എന്നിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു, തുണിയൊക്കെ കഴിച്ച് എല്ലാവരും അലക്കി കുളിച്ച് അങ്ങോട്ട് കാണാവുന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അധികം നാണം അവരങ്ങനെ കാണിക്കാറില്ലായിരുന്നു. മൂസ അലൈഹിസ്സലാം മാത്രം എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വരുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടായിരുന്നു കുളിച്ചിരുന്നത്. ബാക്കി സമയങ്ങളിലൊക്കെ ഫുള്ള് മേല് മൂടിയ രീതിയിലൊക്കെ ആയിരുന്നു ഡ്രസ്സ് ഇട്ടിരുന്നത്, വസ്ത്രം ധരിച്ചിരുന്നത്. അതിനെ ബന്ധപ്പെട്ടാണ് ഈ സംസാരം തന്നെ തുടങ്ങുന്നത്. അള്ളാഹു ആ സംസാരം അല്ലെങ്കിൽ ആ പരാതി, മൂസയുടെ മേളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ കുറ്റം ശരിയല്ല എന്നും അത് വ്യക്തമാക്കണം എന്നും ഉദ്ദേശിച്ചു. അവർ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ഒരിക്കൽ മൂസ അങ്ങനെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഏകനായിക്കൊണ്ട് കുളിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുണികളൊക്കെ എടുത്ത് അവിടെ കരയിൽ, തോട്ടിൻ്റെ കരയിലോ അല്ലെങ്കിൽ നദിയുടെ കരയിലോ, നൈൽ നദി ആയിരിക്കാം, അതല്ലെങ്കിൽ ഏത് കുളമാണോ അത്, അതിൻ്റെ കരയിലുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് കുളിക്കാൻ തുടങ്ങി. അദ്ദേഹം കുളിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ തുണി ഇരിക്കുന്ന കല്ലിൻ്റെ അടുത്തേക്ക് വന്നു തുണി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ആ കല്ല് തുണിയുമായിട്ട് ഓടിക്കളഞ്ഞു. മുഅ്ജിസത്താണ്, അത്ഭുതമാണ്, അള്ളാഹു മുകളിൽ നിന്ന് ചെയ്യുന്നതാണ്. കാരണം അള്ളാഹുവിന് തന്നെ ഈ ഒരു ചർച്ച ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ ആ ഒരു പരാതി ഇല്ലാതെയാക്കണം. അപ്പോൾ കല്ല് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ തുണിയായിട്ട് ഓടിപ്പോയി. മൂസ അദ്ദേഹത്തിൻ്റെ വടി അവിടെ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് തുണിയുടെ പുറകെ ഓടാൻ തുടങ്ങി. കല്ല് എൻ്റെ തുണി
കല്ലേ എൻ്റെ തുണി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ ഓടി 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 ഒരു കൂട്ടം ബനി ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ എത്തി. അവരെല്ലാവരും അദ്ദേഹത്തിനെ പൂർണ്ണനഗ്നനായിട്ട് തുണിയൊന്നുമില്ലാതെ കണ്ടു. അവർക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് എന്ന്. അപ്പോൾ അതൊരു കുറ്റവും കുറവും ഒന്നുമില്ല. പ്രവാചകന്മാരെല്ലാവരും എല്ലാം തികഞ്ഞവരാണ്. നമുക്കറിയാവുന്ന ആകെയുള്ള ഒരു വൈകല്യം എന്ന് പറയുന്നത് ഈ മൂസ അലൈഹി ഇസ്ലാമിന് സംസാരത്തിൽ എന്തോ വൈകല്യമുണ്ടായിരുന്നു. അതല്ലാതെ പ്രവാചകന്മാർ പൊതുവേ വൈകല്യം ഇല്ലാത്തവരും ഒരു കുറവോ ഒന്നും ഇല്ലാത്തവരോ ഒരു കൂടുതൽ ഒന്നും ഇല്ലാത്തവരോ ഒക്കെയാണ്. അതായത് ഒരു എക്സ്ട്രാ വിരലോ അല്ലെങ്കിൽ ഒരു വിരൽ കുറവോ അങ്ങനെ ഒന്നും ഇല്ല, വളവോ പിരിവോ ഒന്നുമില്ല. പെർഫെക്റ്റ് നല്ല സൂപ്പർ ബോഡി അങ്ങനെയൊക്കെയുള്ള മനുഷ്യരായിരിക്കും. അങ്ങനെ ഇവരും അത് മനസ്സിലാക്കി ഇദ്ദേഹം എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനാണ് എന്ന്. അങ്ങനെ അള്ളാഹു ഈ സംശയം മുഴുവൻ ദൂരീകരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ മേളിൽ എന്താണോ ആരോപിച്ചിരുന്നത് അതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ കല്ല് നിന്നു അള്ളാഹുവിൻ്റെ ഉത്തരവിനാൽ. മൂസ തുണി എടുത്തു ഉടുത്തു, എന്നിട്ട് വടി എടുത്തിട്ട് കല്ലിനെ അടിക്കാൻ തുടങ്ങി. അള്ളാഹു ആണ് ആ കല്ലിൻ്റെ മുകളിൽ അടിച്ചതിൻ്റെ അടയാളം ഉണ്ട്. മൂസ അലൈഹി സ്വലാം വടി കൊണ്ടാണ് അടിച്ചത്. വടി കൊണ്ട് കല്ലടിച്ചാൽ കല്ലിൻ്റെ അടയാളം വരാൻ വഴിയില്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് പലരും ഈ വടി ആദം അലൈഹി സ്വലാമിനോടൊപ്പം സ്വർഗത്തിൽ നിന്ന് വന്നതാണെന്നും, അപ്പോൾ സാധാ ഇവിടുത്തെ മരത്തിൻ്റെ വടിയല്ല, സ്വർഗത്തിലെ മരത്തിൻ്റെ വടിയാണ്, സ്വർഗത്തിലെ സാധനങ്ങളൊന്നും ഒരിക്കലും നശിച്ചു പോകുന്നതല്ല എന്നും, അതുകൊണ്ട് അത് വെച്ചൊരു കല്ലിനടിച്ചാൽ കല്ല് പൊട്ടിപ്പോകുമെന്നല്ലാതെ വടിക്കൊന്നും പറ്റില്ല, ഒരു പോറൽ പോലും അതിന് വരില്ല, അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇതേ വടി കൊണ്ടാണ് ഒരു പാറയിൽ അടിച്ചത്. അവർ മരുഭൂമിയിലൊക്കെ ജീവിക്കുമ്പോൾ 12 അരുവികൾ പൊട്ടി ഉണ്ടായി വന്നു എന്ന് പറയുന്നു. അതേ വടി കൊണ്ടാണ് അടിച്ചത് വെള്ളം പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, രണ്ടായി മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലതും ചെയ്യുന്ന ചെറിയ വടിയൊന്നുമല്ല, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടിയാണ്. തിരിച്ച് ലോകാവസാനത്തിൽ വരും. ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ജീവി, ഭൂമിയുടെ മൃഗം എന്ന് പറയുന്ന സാധനം വരുമ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടിയും മറ്റേ കയ്യിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ മോതിരവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. തിരിച്ച് ലോകാവസാനത്തിന് മുമ്പ് സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ് എന്നും പറയുന്നു. കാരണം നശിച്ചു പോകുന്ന ഭൂമിയിൽ അതിനോടൊപ്പം ആ വടിക്ക് നശിച്ചു പോകാൻ പറ്റില്ല, കാരണം സ്വർഗത്തിലുള്ള ഒരു സാധനവും നശിച്ചു പോവാത്തതാണ് എന്നും, അതുകൊണ്ട് അതിനെ ലോകാവസാനത്തിന് മുമ്പ് ഉയർത്തണം. ഹജറുൽ അസ്വദ് ഇതുപോലൊരു സാധനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവാലും നമുക്ക് എവിടെയെങ്കിലൊക്കെ അത് കാണുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ അള്ളാഹുവാണ് ആ കല്ലിൻ്റെ മുകളിൽ അടിച്ചതിൻ്റെ അടയാളമുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്. അതിൽ 3, 4, 5 അടയാളങ്ങളുണ്ട് അടിച്ചതിൻ്റെ. ഇതാകുന്നു അല്ലാഹു തആല അവൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ വിശ്വാസികളെ, മൂസായെ ശല്യം ചെയ്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച ആളുകളെ പോലെ നിങ്ങൾ ആവരുത്. പക്ഷേ അള്ളാഹു അവർ ആരോപിച്ചതിൽ നിന്നൊക്കെ അദ്ദേഹത്തിനെ രക്ഷിച്ചു, അല്ലെങ്കിൽ ശരിയാക്കി പുറത്തു കൊണ്ടുവന്നു. അവർ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് സ്ഥാപിച്ചു. അവൻ അള്ളാഹുവിങ്കൽ വളരെ അധികം ആദരണീയനാകുന്നു. അതായത് മൂസ അലൈഹി ഇസ്ലാം. 33-ാമത്തെ സൂറത്ത് 69-ാമത്തെ ആയത്ത്. അപ്പോൾ ഇത് ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നിട്ടുള്ള കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. മൂസ അലൈഹി ഇസ്ലാം തുണിയില്ലാതെ ഓടിയിട്ടുണ്ട്. ബനി ഇസ്രായേലിയർ എല്ലാവരും കണ്ടു എന്നാണ് പറയുന്നത്. അതായത് 6 ലക്ഷമോ 10 ലക്ഷമോ എത്ര ആളുണ്ടോ അത്രയും ആളുകൾ മുഴുവൻ മൂസ അലൈഹി ഇസ്ലാമിനെ കണ്ടു എന്നാണ് പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ ആ കല്ല് തേരപ്പാര ഓടിച്ചു. അവസാനം തുണി കിട്ടിക്കഴിഞ്ഞപ്പോൾ സൗബിയ ഹജർ, കല്ലേ എൻ്റെ തുണി എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് അവസാനം തുണി കിട്ടിക്കഴിഞ്ഞപ്പോൾ തുണി എടുത്തതിന് ശേഷം വടിയെടുത്ത് അടിച്ചു. 3, 4, 5 അടയാളം അതിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണ്, സംശയമില്ലാത്ത കാര്യങ്ങളാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിത്തീറൻ لا يرى من جلده شيء استحياء منه فآذاه من بني إسرائيل فقال ما يستتر هذا التستر إلا من غيب بجلده إما برص وإما أدرة وإما آفة وإن الله أراد أن يبرئه مما قالوا لموسى فقال يوما وحده فوضع ثيابه على الحجر ثم اغتسل فلما فرغ أقبل إلى ثيابه ليأخذها وإن الحجر عدا بثوبه فأخذ موسى عصاه وطلب الحجر فجعل يقول ثوبي يا حجر حتى انتهى إلى ملأ من بني إسرائيل فرأوه عريانا أحسن ما خلق الله وأبرأه مما يقولون وقام حجر فأخذ بثوبه فلبسه وتفق بالحجر ضربا بعصاه فوالله إن بالحجر لندبا من أثر ضربه 3 أو 4 أو 5 فذلك قوله تعالى
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ فبرأه الله مما قالوا وكان عند الله وجيها. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ ആളുകൾക്കിടയിൽ വീതം വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, സഹാബാക്കൾക്കിടയിൽ. ഒരു മനുഷ്യൻ പറഞ്ഞു, ഈ വിതരണം അല്ലെങ്കിൽ ഈ അളന്നു കൊടുക്കൽ നിങ്ങൾ നീതിപൂർവമല്ല ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു, എന്നിട്ട് അദ്ദേഹത്തിനോട് ഈ സംഭവം പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം പ്രകടമായി കാണാമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു മൂസായ്ക്ക് കരുണ കാണിക്കട്ടെ, കാരണം അദ്ദേഹത്തിനെ എന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾ. അതെല്ലാം അദ്ദേഹം വളരെ ക്ഷമയോടെ സഹിച്ചു. സമയത്തു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ഖസമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്മൻ ഫഖാല റജുലുൻ ഇന്നഹാദി ലാ ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ് ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതുഹു ഫഗദിബ ഹത്താ റഅയ്തു ളലബ ഫി വജ്ഹിഹി ثم قال يرحم الله موسى قد أوذي بأكثر من هذا فصبر. അല്ലാഹുവിൻ്റെ വചനം. എന്നിട്ട് അവരെ വന്നെത്തി, അല്ലെങ്കിൽ അവർ കണ്ടു, കുറച്ച് ആളുകൾ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വിഗ്രഹങ്ങളുമായി ഇടപാടിലായിരുന്നു. 7-ാമത്തെ സൂറത്ത് 138-ാമത്തെ ആയത്ത്. അൽ-അറാഫ് 138. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അൽ ഖബസ് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് അറാക്ക് മരത്തിൽ നിന്നുള്ള പഴങ്ങൾ പറിക്കുകയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറുത്തത് മാത്രം പറിക്കുക, അതാണ് നല്ലത്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നിങ്ങൾ ആട്ടിടയനായിരുന്നോ? അതായത് ഇങ്ങനെ ഇതൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ അത്ഭുതത്തോടെ. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ആട്ടിടയനല്ലാത്ത ഒരാളും പ്രവാചകനായിട്ടില്ല, അതായത് പ്രവാചകന്മാരെല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. അന്ന ജാബിറ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്നീൽ കബാസ വ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലൈക്കും ബിൽ അസ്വദി മിൻഹു ഫഇന്നഹു അത്യബുഹു ഖാലു അകുൻത തറഅൻ അൽ ഗനം ഖാല വഹൽ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റആഹ. എന്നിട്ട് ഓർക്കുക, മൂസ അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറഞ്ഞ സംഭവം. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഒരു പശുവിനെ ഇറക്കാൻ ഉത്തരവ് ഇട്ടിരിക്കുന്നു. 2-ാമത്തെ സൂറത്ത് 67-ാമത്തെ ആയത്ത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً. അൽ-ബഖറ 67. അൽ-ബഖറ എന്നുള്ള 2-ാമത്തെ സൂറത്തിൻ്റെ പേര് വരാനുള്ള കാരണം ഈ പശുവിൻ്റെ കഥ തന്നെയാണ്. ബനൂ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഒരു പണക്കാരനോ അല്ലെങ്കിൽ ഒരു ഗോത്ര നേതാവോ ആരോ ഒരാൾ മരിച്ചു, കൊലപാതകമായിരുന്നു, അത് തെളിയിക്കാൻ പറ്റുന്നില്ല. അവസാനം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഗോത്രത്തിലുള്ളവനെ കൊന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോത്ര നിലവാരത്തിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ അവസ്ഥയും എത്തി നിൽക്കുന്ന സമയത്ത് ഓൾറെഡി അവശതയായിട്ട് നിൽക്കുകയാണ്. കാലങ്ങളായിട്ട് അടിമത്വവും പിന്നെ മരുഭൂമിയിൽ 40 കൊല്ലവും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയും ഇന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ നേതാക്കന്മാരെ കൂടി ചെന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് ഇതിനൊരു വഴി പറയാൻ പറയുന്നു. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹു പറയുന്നു പശുവിനെ അറക്കാൻ. അപ്പോൾ ഇവരോട് പശുവിനെ അറക്കാൻ പറയുന്നതാണ്, അതിൻ്റെ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, മരണത്തിൻ്റെ മാലാഖ അല്ലെങ്കിൽ മരണത്തിൻ്റെ മലക്കിനെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് അയച്ചു. ഇതിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മലക്കുൽ മൗത്ത് അല്ലെങ്കിൽ മരണത്തിൻ്റെ മലക്ക് അല്ലെങ്കിൽ മരണത്തിൻ്റെ മാലാഖ എന്നാണ് ഹദീസുകളിലും ഖുർആനും പറഞ്ഞിട്ടുള്ളൂ. അസ്രായീൽ എന്നുള്ള പേര് ഹദീസിലോ ഖുർആനിലോ സഹീഹായി ഒരിടത്തും തെളിയിക്കപ്പെടാത്ത പേരാണ്. അതുകൊണ്ട് നമ്മളും അത് കഴിയുന്നു ഉപയോഗിക്കാതിരിക്കുക. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ അങ്ങനെ എല്ലാ പേരുകളും ഉണ്ട്. പക്ഷേ അസ്രായീൽ എന്നുള്ള പേര് എവിടെയും തെളിവോടെ കൂടി സഹിയായി വന്നിട്ടില്ല. ഇവിടെ ഉള്ളത് മലക്കുൽ മൗത്ത് എന്നാണ് അലൈഹിസ്സലാം. അങ്ങനെ അദ്ദേഹം മൂസയുടെ അടുത്തേക്ക് വന്നു. മൂസ കർണകുറ്റിക്ക് ഒരൊറ്റ അടി കൊടുത്തു. അടിയുടെ ശക്തി, അതായത് സാധാരണ മനുഷ്യരൂപത്തിലാണ് വന്നത്. മൂസ അലൈഹി ഇസ്ലാം ഭയങ്കര ശക്തനായ മനുഷ്യനായിരുന്നു. നല്ല നീളം വീതിയൊക്കെ ഉള്ള അസുലുകളൊക്കെ ഉള്ള 1.5 മനുഷ്യൻ 650 കൊല്ലത്തോളം ജീവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്. ഒരാളുടെ കർണകുറ്റിക്ക്
തലക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ണ് തെറിച്ച് പോവും, അല്ലെങ്കിൽ ഒരു കണ്ണ് പൊട്ടി പുറത്ത് ചാടിപ്പോയി എന്നാണ് പറയുന്നത്. അത്രയധികം ശക്തിയുള്ള ആളായിരുന്നു. അപ്പോൾ സാധാരണ മനുഷ്യരൂപത്തിൽ വന്നതുകൊണ്ട് മലക്കുൽ മൗത്തിൻ്റെ ഒരു കണ്ണടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ആ മലക്ക് അവൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക്, അതായത് അള്ളാഹുവിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അടിമയുടെ അടുത്തേക്കാണ് അയച്ചത്. അതായത് മൂസ മരിക്കാൻ റെഡി ആയിട്ടില്ല എന്ന് മലക്ക് പറയുന്നു. അള്ളാഹു മലക്കിൻ്റെ കണ്ണൊക്കെ തിരിച്ച് പഴയ പോലെയാക്കി. എന്നിട്ട് പറഞ്ഞു, നീ അവൻ്റെ അടുത്തേക്ക് വീണ്ടും പോകും. എന്നിട്ട് അവനോട് പറയുക, കൈ ഒരു കാളയുടെ പുറത്ത് വയ്ക്കാൻ പറയുക. ആ കൈയുടെ അടിയിൽ വരുന്ന മുഴുവൻ രോമങ്ങളും എത്രയാണോ എണ്ണി നോക്കിയിട്ട് അവനോട് പറയുക, അവന് ആ ഓരോ രോമത്തിനും ഓരോ കൊല്ലം ജീവൻ കിട്ടുന്നതായിരിക്കും. മൂസ ചോദിച്ചു, രക്ഷിതാവേ, അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അള്ളാഹു മറുപടി പറഞ്ഞു, അത് കഴിയുമ്പോൾ മരിക്കും. മൂസ പറഞ്ഞു, എന്നാൽ പിന്നെ ഇപ്പം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ മലക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചിന്തിക്കാനുള്ള സാവകാശം കിട്ടിക്കാണും എന്നാണ് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇമാമികളുടെ അഭിപ്രായത്തിൽ അപ്പോൾ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, വേണ്ടായിരുന്നു, അള്ളാഹു പറഞ്ഞു വിട്ടിട്ടായിരിക്കുമല്ലോ മലക്കുൽ മൗത്ത് വരുള്ളൂ, അല്ല വരില്ലല്ലോ, അപ്പോൾ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. അള്ളാഹു പറഞ്ഞതിനെ എതിരെ ചെയ്തതുപോലെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് വീണ്ടും മലക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ മരിച്ചോളാം എന്ന് പറയും. പക്ഷേ മൂസ അലൈഹി സ്വലാം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹുവെ, എനിക്ക് മരണം വരുമ്പോൾ ഞാൻ പരിശുദ്ധ ഭൂമി അല്ലെങ്കിൽ വിശുദ്ധ ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കണം എന്ന് പറഞ്ഞു. എത്രമാത്രം അടുത്ത് എന്ന് ചോദിച്ചാൽ ഒരു കല്ലെറിയാവുന്ന ദൂരം, അതായത് 50 മീറ്റർ 100 മീറ്റർ അത്രയും ദൂരത്തിൽ എത്തണം എന്ന്. കാരണം വിശുദ്ധമായ ഭൂമിയിലേക്ക് പ്രവേശനം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർ എതിർത്തു. മൂസ അലൈഹി സ്വലാം യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, നീ നിൻ്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ കുത്തിയിരിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തറയിൽ കുത്തിയിരുന്നു എന്നാണ് ഖുർആനിൽ ഖാഇദൂൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അബൂ ഹുറൈറ കൂട്ടിച്ചേർക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബർ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി സ്വലാമിനെ ഇസ്രാഇൻ്റെ രാത്രിയിൽ, അതായത് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യുമ്പോൾ ഏതോ ഒരു വഴിയിൽ അദ്ദേഹം ഖബറിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാമിൻ്റെ ഖബർ എവിടെയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അറിയാം, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒരു ചുവന്ന മണൽക്കൂന അല്ലെങ്കിൽ ചെറിയൊരു മല, ഒരു മുട്ടക്കുന്നിൻ്റെ താഴെയാകുന്നു, അവിടെ വഴിയുടെ വശത്തായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടാൽ ഊഹിക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടാമത്തെ വാല്യത്തിൽ 1339 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഉർസില മലക്കുൽ മൗതി ഇലാ മൂസ അലൈഹി വസ്സലാമു ഫലമ്മ ജാഅഹു സക്കഹു ഫറജഅ ഇലാ റബ്ബി ഫഖാല അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത് ഖാല ഇർജി ഇലൈഹി ഫഖുൽ ലഹു യദഉ യദഹു അലാ മതനി സൗരിൻ ഫലഹു ബിമാ വത്ത യദഹു ബി കുല്ലി ശഅറത്തിൻ സനത്തുൻ ഖാല ഐ റബ്ബി സുമ്മ ماذا قال ثم الموت قال فالآن قال فسأل الله إن يدنيه من الأرض المقدسة رمية بحجر قال أبو هريرة رضي الله عنه فقال رسول الله صلى الله عليه وسلم فلو كنت ثم لرأيتكم قبره من جانب الطريق തഹ്തൽ കസീബിൽ അഹ്മരി. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.